കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് കഴിഞ്ഞ 4 വർഷമായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക വകുപ്പിൽ നിന്ന് നടക്കുന്നത്. ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ ആലോചിക്കാൻ കാരണം കേരളത്തിലെ തീരമേഖലയിലും മലയോര മേഖലയിലും ആദിവാസി മേഖലയിലുമൊക്കെ ജീവിക്കുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനസമൂഹം, അവരെ ചേർത്ത് പിടിക്കേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം എന്ന നിലയിലാണ് ഇത്തരമൊരു പദ്ധതിക്ക് ഞങ്ങൾ തുടക്കം കുറിച്ചത്. തുടക്കം ഇങ്ങനെ വിജയകരമാകുമെന്ന പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞ് വളരെ ഗംഭീരമായി ഈ പരിപാടി കേരളം ഏറ്റെടുത്തു എന്നുള്ളതാണ് വസ്തുത. ഈ കഴിഞ്ഞ 4 വർഷം അല്ലെങ്കിൽ ഈ വർഷമാകുമ്പോൾ 4ാമത്തെ വർഷം സാംസ്കാരിക വകുപ്പിന് വേണ്ടി ഭാരത് ഭവനാണ് ഈ പരിപാടി കേരളത്തിൽ ഏറ്റെടുത്തത്. കോവിഡ് കാലത്ത് നമ്മുടെ കലാകാരന്മാരെല്ലാം സാമ്പത്തികമായി വളരെ പ്രയാസപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ആദ്യമായി 2021 മഴമിഴി എന്ന ഒരു പദ്ധതി നമ്മൾ ഏറ്റെടുത്തു. ഏതാണ്ട് 2000-ഓളം ആളുകൾക്ക് 3000-3500 രൂപ വീതം നൽകി അവരുടെ കലാപരിപാടികൾ ഓൺലൈനിലാണ് നമ്മൾ നടത്തിയത്. അന്ന് നമുക്ക് നേരിട്ട് പോയി വീഡിയോ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ നേരിട്ട് അത് പ്രദർശിപ്പിക്കാൻ കഴിയാത്ത കാലമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ആലോചിച്ചു, മഴമിഴി വിജയകരമായപ്പോൾ തളിർമിഴി എന്നൊരു പദ്ധതി കേരളത്തിലെ ആദിവാസി മേഖലയിൽ ഗോത്രവർഗ സമൂഹം വസിക്കുന്ന ഊരുകളിൽ പോകണം. പാലക്കാട് അട്ടപ്പാടിയിൽ ഞാനായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിനെ അത്ഭുതപ്പെടുത്തി. കേരളത്തിലെ ആദിവാസി കലാരൂപങ്ങൾ, നമ്മളൊന്നും കാണാത്ത, നമ്മളെയൊന്നും ജീവിതത്തിൽ അറിയാത്ത എത്രയോ കലാരൂപങ്ങൾ, കലാവിരുന്നുകൾ വയനാട്, ഇടുക്കി, കൊല്ലം, തിരുവനന്തപുരം, മറയൂര്, കോട്ടൂര് മേഖലകളിലെല്ലാം പോയി ആദിവാസികളുടെ കലാരൂപങ്ങൾ അത് പരസ്യമായി പ്രദർശിപ്പിച്ച് അവരെ സാമ്പത്തികമായി സഹായിച്ച് അതെല്ലാം റെക്കോർഡ് ചെയ്ത് അതെല്ലാം ഡിജിറ്റലൈസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല സംസ്ഥാന ഗവൺമെൻറ് ചെയ്തത്. അത് വിജയകരമായപ്പോൾ വീണ്ടും ഞങ്ങൾ ആലോചിച്ചു, കേരളത്തിലെ ഭിന്നശേഷിക്കാർ, അവര് സമൂഹത്തിൽ പാർശ്വവൽക്കരിയുടെ പുറന്തള്ളപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. കാരണം അവരുടെ കലാപരിപാടികളും കലാപ്രവർത്തനങ്ങളും കാണാനോ ആസ്വദിക്കാനോ പലപ്പോഴും നമുക്ക് അറിയുന്നില്ല. എല്ലാ മെഗാസ്റ്റാറുകളുടെ പരിപാടി നടക്കുന്ന നാട്ടിൽ അതാണ് ജനങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഗവൺമെൻറ് അവരെ ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായി തളിർമിഴി കമ്പാഷൻ എന്ന പേരിൽ 3ാമത്തെ വർഷം കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ സ്പെഷ്യൽ സ്കൂളുകളൊക്കെ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളെ അവർക്ക് സാമ്പത്തിക പാരിതോഷികം നൽകി അവരെ ഈ പദ്ധതിയുടെ ഭാഗമായി അവരുടെ കലാപരിപാടികൾ, തിരുവനന്തപുരത്തായിരുന്നു അതിൻ്റെ സമാപനം, അതിഗംഭീരമായ 100 കണക്കിന് കുഞ്ഞുങ്ങൾ പങ്കെടുത്ത അതിഗംഭീരമായ പരിപാടിയായിരുന്നു. അത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചൊരു വലിയ അഭിമാനമായ പദ്ധതിയായിട്ട് മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ ഈ വർഷം കടലോരത്തെ കലാരൂപങ്ങൾ, കാരണം പാവപ്പെട്ട തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷകരമായ അനുഭവങ്ങൾ സമൂഹം അറിയുന്നില്ല. അവർ കടലോരത്ത് മാത്രമായി അവർ അവസാനിക്കുന്നു. അത് കേരളം അറിയണം, ലോകം അറിയണം എന്ന ആഗ്രഹത്താൽ ഈ വർഷം കടലോര മേഖലയിലെ കലാകാരന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് കടൽമിഴി എന്ന ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചു. ആ കടൽമിഴിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞാൻ തന്നെ 2024 ഒക്ടോബർ 30 ശംഖുമുഖത്ത് നിർവഹിക്കുകയും ചെയ്തു. ഈ ആലപ്പുഴയിൽ നിന്ന് ആരംഭിച്ച കേരളത്തിലെ 9 നമ്മുടെ തീരദേശ ജില്ലകളിൽ ഈ പരിപാടി നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഈ പരിപാടി പൂർത്തീകരിക്കുമ്പോൾ 2200-ഓളം കലാകാരന്മാർക്ക് 3000-ഓളം രൂപ വീതം നൽകി
സാമ്പത്തികമായി അവരെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചും കടലോരത്തെ ഒരു കലാകാരൻ പാവപ്പെട്ടവൻ ഇവിടെ വന്നൊരു പരിപാടി നടത്തിയാൽ 3000 രൂപ നമ്മൾ അവർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നതും ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ്. ഇതിനോടകം 7000-ഓളം കലാകാരന്മാർക്ക് 3000-3500 രൂപ വീതം ഈ പരിപാടിയുടെ ഭാഗമായി സാമ്പത്തിക സഹായം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പൊ സാമ്പത്തിക സഹായം ഒരു ഭാഗത്ത്, രണ്ടാമത് ഇവർക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവൻ വീഡിയോ ചെയ്യുകയാണ്. ഇത് മുഴുവൻ വീഡിയോ ചെയ്ത ശേഷം അത് ഡിജിറ്റലൈസ് ചെയ്യുകയാണ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും സാംസ്കാരിക വകുപ്പുമായി ഇപ്പോൾ ഒരു കരാർ വന്നിരിക്കുന്നു. 50 വർഷത്തിന് ശേഷം ഇവിടെ ഇപ്പോൾ നടത്തിയ പരിപാടി കാണണമെങ്കിൽ ഒരു ഞെക്കിയാൽ ആ പരിപാടി ലോകത്തെവിടെ നിന്നും കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ആധുനിക സംവിധാനമാണ് വകുപ്പ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. 10,000 കലാപരിപാടികൾ ഇതിന്റെ ഭാഗമായി ഈ ഗവൺമെന്റിന്റെ ഒരു വർഷത്തിനുള്ളിൽ ഡിജിറ്റലൈസ് ചെയ്യാനാണ് സംസ്ഥാന ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഈ 10,000 കലാപരിപാടികൾ ഇന്ത്യയിൽ, ഒരു പക്ഷേ ലോകത്ത് ഒരു രാജ്യത്തും ചെയ്തിട്ടുണ്ടാകില്ല. അത് കേരളം തന്നെ ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാകുന്ന ഒരു ബൃഹത്തായ പദ്ധതിയായിട്ട് ഈ പദ്ധതി വരാൻ പോകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇന്നത്തെ ആധുനിക സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് ഇത് ഡിജിറ്റലൈസ് ചെയ്യുകയാണ്. കലാരൂപം മാത്രമല്ല, വളരെ പ്രമുഖന്മാരായ അധ്യാപകരുടെ ക്ലാസ്സുകൾ, ഇതിനോടകം തന്നെ സാനു മാഷിന്റെ ക്ലാസ് മഹാരാജാസ് കോളേജിൽ അദ്ദേഹം ആ കാലത്ത് പഠിപ്പിച്ച ക്ലാസ് മുറിയിൽ അദ്ദേഹം പഠിപ്പിച്ച കുട്ടികളെ അദ്ദേഹം വീണ്ടും പഠിപ്പിച്ച് അത് ഞങ്ങൾ പുനരാവിഷ്കരിച്ച് വീഡിയോ ചെയ്തു. അതുപോലെ തന്നെ പ്രൊഫസർ MK ഉമ്മൻ സാർ, ഡോക്ടർ ഉമ്മൻ, അദ്ദേഹത്തിന്റെ ക്ലാസ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാനടക്കം പങ്കെടുത്ത് അതിഗംഭീരമായി അത് പുനരാവിഷ്കരിച്ചു. മഹാനായ സിനിമാ താരം മധു, സിനിമാ രംഗത്തെ അതുല്യ പ്രതിഭാസമായ മോഹൻലാൽ, അവരുടെ ഇന്റർവ്യൂകൾ, കേരളത്തിലെ ഒരുപാട് സാംസ്കാരിക പ്രതിഭകളുടെ ഇന്റർവ്യൂകൾ, ഇത് ഭാരത് ഭവൻ മാത്രമല്ല കേരളത്തിലെ സാംസ്കാരിക വകുപ്പിനുള്ള വിവിധ സ്ഥാപനങ്ങൾ വഴി ഇത്തരം സംരംഭങ്ങൾ ഒരുക്കുകയാണ്. ഇപ്പോൾ ഫോക്ലോർ അക്കാദമി, അവരുടെ കലാരൂപങ്ങൾ അവർ ഇതുപോലെ തന്നെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബുക്ക് മാർക്ക്, ഇന്റർവ്യൂസ് ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. പല രൂപത്തിൽ പല സ്ഥാപനങ്ങൾ വഴി 10,000-ഓളം കലാപരിപാടികൾ, സംവാദങ്ങൾ, ഇന്റർവ്യൂകൾ ഒരു 50-100 വർഷം കഴിഞ്ഞ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മഹാനായ പ്രതിഭ ഈ ജീവിതകാലത്ത് എന്താണ് ചെയ്തതെന്ന് ലോകത്തോട് പറയാൻ കഴിയുന്ന, ലോകത്തിലെ തന്നെ ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കലാരൂപങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു വകുപ്പ്, ഒരു സംസ്ഥാനമായി പിണറായി വിജയന്റെ കേരളത്തിലെ ഈ ഗവൺമെന്റിന്റെ കാലത്ത് മാറുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായിട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ തന്നെ ഇവിടെ തുടങ്ങിയിട്ടുള്ള ഈ പരിപാടി നാളെ എറണാകുളം, തൃശ്ശൂര്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, കൊല്ലം, തങ്കശ്ശേരിയിൽ, അതിനുശേഷം മാർച്ച് 16-ാം തീയതി തിരുവനന്തപുരത്ത് വിഴിഞ്ഞം ബീച്ചിൽ ഇത് സമാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭാരത് ഭവനെ സംബന്ധിച്ചിടത്തോളം ഭാരത് ഭവന്റെ മെമ്പർ സെക്രട്ടറി, ശ്രദ്ധേയനായ ചലച്ചിത്ര സംവിധായകൻ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിന്റെ നേതൃത്വം ഈ പരിപാടികളെല്ലാം, മഴമിഴിയും തളർമിഴി പാഷനും ഇപ്പോൾ കടൽമിഴിയെല്ലാം ഈ രൂപത്തിലാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഭാരത് ഭവന്റെ കമ്മിറ്റിയും. അതുപോലെ തന്നെ പ്രമോദിനെ ഞാൻ സാംസ്കാരിക വകുപ്പിന് വേണ്ടി ഇവിടെ അഭിമാനത്തോട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കടൽമിഴി 2025 തീരദേശ സർഗയാത്ര, കടലോര കലകളുടെ അപൂർവ ദൃശ്യശ്രാവ്യ വിരുന്ന്. തിരയും തീരവും പോലെ ഇഴചേർന്ന മലയാള സംസ്കൃതിയുടെയും തീരദേശ കലകളുടെയും ജനകീയ സാംസ്കാരികതയുടെ ഈ പ്രഥമ സർഗോത്സവത്തിലേക്ക്, കടൽമിഴി 2025